എന്റെ കോളേജ് ലൈഫിലെ ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നേ. 7 പേരടങ്ങുന്ന ഒരു ഗ്യാങ്. കോളേജ് ടൈമിൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ എനിക്ക് കിട്ടിയ റൂമിൽ 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് മീ. അപ്പൊ നമ്മൾ 7 പേരും നല്ല കമ്പനിയായി, നല്ല ഫ്രണ്ട്സായി. പൊതുവേ നമ്മൾ കുറച്ച് പേടിത്തൊണ്ടികളാണെങ്കിലും ഒരുമിച്ചൊക്കെ വരുമ്പോഴത്തേനും ജഗജില്ലുകളാണ് തോന്നിക്കുമായിരുന്നു മറ്റുള്ളവർക്ക്. മിസ്സുമാരും അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികളും ഒക്കെ നമ്മളെ വിളിച്ചിരുന്നത് ഹോസ്റ്റൽ ഗേൾസ് എന്നാണ്. നമ്മളായിട്ട് നമ്മുടെ ഗ്യാങ്ങിന് പേരൊന്നും ഇട്ടില്ലെങ്കിലും മറ്റുള്ളവരായിട്ട് നമുക്ക് ഇട്ടുതന്ന പേരായിരുന്നു ഹോസ്റ്റൽ ഗേൾസ് എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തും ഹോസ്റ്റലിൽ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തും പഠിക്കാനിരിക്കുന്ന സമയത്ത് പഠിത്തം നടക്കത്തില്ലല്ലോ, ചർച്ചകൾ മാത്രമേ നടത്തുള്ളൂ. എങ്ങനെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യുക, അങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി തലയിട്ടത് കുളമാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും തന്നെ പറയുമായിരുന്നു, നമ്മൾ മരിക്കുന്ന കാലം വരെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, എപ്പോഴും കോൺടാക്ട്സ് കാണും, അതുപോലെ തന്നെ എപ്പോഴും മീറ്റപ്പ് ഒക്കെ ചെയ്യും. ഇപ്പൊ കോളേജിലൊക്കെ ഗെറ്റ് ടുഗദർ വെക്കുവാണ്, എല്ലാവരുടെയും ഫാമിലി ഒക്കെ ആയിട്ട് വരുമെന്ന്. അങ്ങനെ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ തന്നെ മലപ്പുറം കത്തിയും അമ്പും വില്ലും പുകയും ചാരവും ഒന്നും ഇപ്പം ഇല്ല. ആരൊക്കെ എവിടെയൊക്കെയാണെന്നൊന്നും ഒരു അറിവുമില്ല. എവിടെയൊക്കെയോ ആരൊക്കെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രം അറിയാം. അല്ലാതെ 2 പേരുമായിട്ട് മാത്രം ഞാൻ കോൺടാക്ട് ഉണ്ട്, അല്ലാതെ വേറെ ആരുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. അത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം കൂടെ ഞങ്ങൾ എപ്പോഴും പറയായിരുന്നു. ഇപ്പം എനിക്കൊരു പെൺകൊച്ചുണ്ടാവുമെങ്കിൽ, അവൾക്കൊരു ആൺകുട്ടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവളുടെ ആൺകുട്ടിയെ കൊണ്ട് എൻ്റെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കും. നമ്മൾ അത്രയ്ക്കങ്ങ് ഫ്രണ്ട്ഷിപ്പ് അങ്ങ് കത്തി കയറുന്ന സമയമല്ലേ. നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിനെ പറ്റി പറയുമായിരുന്നു. നമ്മുടെ വീട് ഏതാ, അഡ്രസ്സ് ഏതാന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടുകാരെയോ നമ്മളെയോ വഴിക്ക് വെച്ച് കണ്ടാൽ പോലും, ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും നടിക്കുമോ എന്നുള്ളതും അറിയത്തില്ല. മാരേജ് ഫംഗ്ഷനോ എന്തെങ്കിലും അവരോട് പറയാൻ നമുക്ക് ആഗ്രഹം തോന്നും. പക്ഷേ അത് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫോൺ എടുക്കത്തില്ല. കോൾ വെയിറ്റിംഗിൽ വന്നാൽ പോലും അറ്റ്ലീസ്റ്റ് ആ കോളൊന്നും തിരിച്ചു വിളിക്കാനുള്ള മര്യാദ പോലും കാണിക്കാറില്ല. നമ്മുടെ ഗ്യാങ്ങിനോടുള്ള സ്നേഹവും ബോണ്ടിങ്ങും കാരണം ഒരുമിച്ച് അടികൊണ്ട ചരിത്രം വരെ ഉണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഓക്കെ, ബൈ.